കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 18. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരളത്തിൻ്റെ പ്രഥമ സർക്കാരിനെതിരെ നിയമസഭയിൽ പടനയിച്ച പ്രമുഖ നേതാക്കളിൽ പ്രധാനി കോൺഗ്രസ് നേതാവായ ശ്രീ പി ചാക്കോ ആയിരുന്നു. കേരള നിയമസഭയിൽ 43 MLA-മാരുടെ കരുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. 1957 ഏപ്രിൽ 17 എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ശ്രീ പി ചാക്കോയെ ലീഡറായും ശ്രീ പി ഉമ്മർ കോയയെ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുത്തു. ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലും സഭാ ചട്ടങ്ങൾ ഹൃദിസ്ഥമാക്കുന്നതിലും രാഷ്ട്രീയപരമായ അടവുനയങ്ങൾ പയറ്റുന്നതിലും തിരുകൊച്ചി നിയമസഭ മുതൽ കേരള നിയമസഭ വരെയുള്ള നിയമനിർമ്മാണ സഭകളെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികളിൽ ശ്രീ പി ചാക്കോയെപ്പോലെ അവഗാഹവും വ്യക്തിപ്രഭാവവുമുള്ള മറ്റൊരു നേതാവിനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് കേരളത്തിൻ്റെ പ്രഥമ ധനകാര്യമന്ത്രിയും പിൽക്കാലത്ത് 2 വട്ടം കേരള മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് സി അച്യുത മേനോൻ തൻ്റെ ആത്മകഥാംശമുള്ള ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പൊൻകുന്നത്തിനടുത്ത് ചിറക്കടവിൽ ഒരു കർഷക കുടുംബത്തിലാണ് 1915 ശ്രീ പി ചാക്കോ ജനിച്ചത്. ചങ്ങനാശ്ശേരി SP കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും തമിഴ്നാട്ടിലെ തൃശ്ശനാപ്പള്ളി സെയിൻറ് ജോസഫ്സ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കിയതിന് ശേഷമാണ് ശ്രീ പി ചാക്കോ സജീവ രാഷ്ട്രീയത്തിലിറങ്ങുന്നത്. ലോ കോളേജ് യൂണിയൻ സെക്രട്ടറിയായിരുന്ന വേളയിൽ അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലും സജീവ പ്രവർത്തകനായിരുന്നു. 1938 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിയമലംഘനത്തിൽ പങ്കെടുത്തതിന് 6 മാസക്കാലം തടവ് ശിക്ഷ അനുഭവിച്ച ചാക്കോ 1941 അഭിഭാഷകനായി ചുമതലയേൽക്കുകയും കുറഞ്ഞൊരു സമയം കൊണ്ട് തൻ്റെ തൊഴിലിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം ദേശസാൽക്കരിക്കാനും മതബോധനം നടത്തുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള സഹായധനം നിർത്തൽ ചെയ്യുന്നതിനുമുള്ള ദിവാൻ സർ CP-യുടെ 1945 വിദ്യാഭ്യാസ നിയമത്തെ കോൺഗ്രസ് നേതാവായ ശ്രീ പി ചാക്കോ നഖശിഖാന്തമെതിർത്തു. വിദ്യാഭ്യാസ നയത്തിനെതിരെ തിരുവിതാംകൂറിലുടനീളം പ്രസംഗിച്ച് നടന്ന ചാക്കോ സർ CP-ക്കൊരു തുറന്ന കത്ത് എന്ന വിഖ്യാത ഗ്രന്ഥം അച്ചടിപ്പിച്ച് തിരുവിതാംകൂറിൻ്റെ അക്ഷരനഗരികളിൽ ആയിരക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മണിമലയിലെ പ്രസംഗത്തെ തുടർന്ന് 1945 ഡിസംബറിൽ തിരുവിതാംകൂർ പോലീസ് ചാക്കോയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1 വർഷത്തെ ദുരിതപൂർണമായ കഠിന തടവിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരിയിൽ പുറം ലോകം കണ്ട ധീരദേശാഭിമാനിയായ ശ്രീ പി ചാക്കോയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ തിരുനക്കര മൈതാനിയിൽ ഒഴുകിയെത്തി. 1948 ഇന്നത്തെ പാലാ മണ്ഡലമായ മീനച്ചിലിൽ നിന്ന് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി ചാക്കോ 1949 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 1952 ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ മീനച്ചിൽ മണ്ഡലത്തിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി ചാക്കോ 1 വർഷത്തിന് ശേഷം തൻ്റെ MP സ്ഥാനം രാജിവെച്ചു. 1954 അവസാനത്തെ തിരുകൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചാക്കോ മത്സരിച്ചില്ല. 1956 കോട്ടയം DCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി ചാക്കോ 1957 കമ്മ്യൂണിസ്റ്റ് തരംഗത്തിലും കോട്ടയം ജില്ലയെ കോൺഗ്രസിന്റെ നെടുങ്കോട്ടയായി നിലനിർത്തി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാവും കോട്ടയം മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സഖാവ് N രാഘവ കുറുപ്പിനോട് ഇഞ്ചോടിഞ്ച് പോരാടിയാണ്
വാടൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചു കയറിയത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വെറും 80 വോട്ടുകൾ മാത്രമായിരുന്നു. 1957 പ്രഥമ നിയമസഭയിൽ 9 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയുടെ നിയമസഭാ കക്ഷി നേതാവായി ശ്രീ പട്ടം താണുപിള്ളയും ഉപനേതാവായി ശ്രീ M നാരായണക്കുറുപ്പും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളപ്പിറവിക്ക് മുൻപുള്ള തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ പട്ടത്തിന് തുല്യം പട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1888 ശ്രീമൂലം തിരുനാൾ തുടങ്ങിവെച്ച ഗ്രീസിന് മാറ്റി നിർത്തിയാൽ ലോകത്തിലെ തന്നെ ആദ്യ ജനകീയ നിയമനിർമ്മാണ സഭ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ നിയമസഭയിൽ 1928 ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവിതാംകൂറിലെ പ്രമുഖ ജനനായകനാണ് ശ്രീ പട്ടം താണുപിള്ള. കേരളം പിറക്കുമ്പോൾ കാൽനൂറ്റാണ്ടുകാലത്ത് നിയമസഭാ പരിചയമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ആജ്ഞാശക്തിയും വാഗ്വിലാസവും കൊണ്ട് സിപ്പിയെ വിരട്ടിയ വില്ലാളി വീരൻ എന്ന പെരുമയുമുണ്ടായിരുന്നു. 1938 മുതൽ ഒരു ദശാബ്ദക്കാലം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1948 തിരുവിതാംകൂർ നിയമസഭയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയെങ്കിലും വെറും 6 മാസത്തെ ആയുസ് മാത്രമേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ കുത്തിത്തിരിപ്പും കുതികാൽ വെട്ടും മൂലം സ്ഥാനത്യാഗം ചെയ്ത പട്ടം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കേരളത്തിലെ PSP എന്ന ദേശീയ പാർട്ടിയുടെ സ്ഥാപക നേതാവായി മാറി. 1949 മുതൽ 1954 വരെ തിരുകൊച്ചി നിയമസഭയുടെ പ്രതിപക്ഷത്തിരുന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നഖശിഖാന്തമെതിർത്ത പട്ടം താണുപിള്ള 1954 തിരുകൊച്ചിയുടെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മുന്നണിയിൽ നിന്ന് ജയിച്ച ശേഷം കോൺഗ്രസ് പിന്തുണയോടെ PSPയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാക്കി. എന്നാൽ ആ മന്ത്രിസഭയും ഒരു കൊല്ലം തികച്ചില്ല. തന്ത്രശാലിയായ പനമ്പിള്ളി ഗോവിന്ദമേനോൻ വിദഗ്ധമായി കരുക്കൾ നീക്കി പട്ടത്തിന് വെട്ടിവീഴ്ത്തി സ്വയം മുഖ്യമന്ത്രിയായി. അഴിമതിയുടെ കറപുരളാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ പട്ടം താണുപിള്ള. എങ്കിലും അപാരമായ അഹന്തയുടെയും ധാർഷ്ട്യത്തിൻ്റെയും വിളനിലമായിരുന്നു അദ്ദേഹം. പട്ടത്തിന് മേൽ സ്വാധീന ശക്തിയുണ്ടായിരുന്ന ഒരേ ഒരാളെ ഭൂമി മലയാളത്തിലുണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി പൊന്നമ്മ സാറായിരുന്നു. പ്രഥമ കേരള സഭയുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ CH മുഹമ്മദ് കോയ എന്ന അനുകരണീയനായ മാതൃകാ നേതാവായിരുന്നു. ഫ്യൂഡൽ മാടമ്പിമാരും വർത്തക പ്രമാണിമാരും മതപുരോഹിതരും തിങ്ങി നിറഞ്ഞ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഒരിടത്തരം കുടുംബത്തിൽ പിറന്ന ഇന്റർമീഡിയറ്റുകാരന് ഇടം കിട്ടിയത് തന്നെ അത്ഭുതമായിരുന്നു. കോഴിക്കോട് സാമൂതിരി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കവേ രാഷ്ട്രീയത്തിലിറങ്ങിയ മുഹമ്മദ് കോയ 1952 1955 മുനിസിപ്പൽ കൗൺസിലറായി സ്ഥാനാരോഹണം ചെയ്തു. ആദ്യം മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ സഹപത്രാധിപരും പിന്നീട് ചീഫ് എഡിറ്ററുമായ കോയ 1957 താനൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സ് തികഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും നിശിതവും ഫലിതപൂർണവുമായ പ്രസംഗങ്ങൾ കൊണ്ട് സമർത്ഥനായ പാർലമെന്റേറിയനായി തീരാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു. 1957 പ്രഥമ നിയമസഭയിൽ 8 MLA-മാരുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് CH മുഹമ്മദ് കോയയായിരുന്നു. ഇന്നത്തെ പോലെ മുന്നണി ബന്ധങ്ങളില്ലാതെ തനിച്ച് മത്സരിച്ചാണ് ഓരോ പാർട്ടിയും തങ്ങളുടെ പ്രതിനിധികളെ കേരളത്തിന്റെ പ്രഥമ നിയമസഭയിൽ എത്തിച്ചത്. എന്നിരുന്നാലും 1958 മെയ് 16 ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ നടന്ന കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ഒരു മുന്നണിയിലെന്ന പോലെ സംയുക്തമായാണ്
പ്രഥമ സർക്കാരിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയിരുന്നത്. നിയമസഭയ്ക്കുള്ളിലും ഇവർ പരസ്പര ധാരണയോടെ സംയുക്തമായി ആക്രോശിക്കുകയും വാഗ്വിലാസങ്ങളുടെ വാളൂരി വീശുകയും പതിവായിരുന്നു. എന്നാൽ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള യഥാർത്ഥ പരിശ്രമങ്ങളും ഗൂഢാലോചനകളും അരങ്ങേറിയത് നിയമസഭയ്ക്ക് പുറത്തായിരുന്നു. ജന്മികളും സവർണ മാടമ്പികളും ആളും അർത്ഥവും നൽകി അതിന് നേതൃത്വം കൊടുത്തു. കത്തോലിക്ക മെത്രാന്മാരുടെ അനുഗ്രഹാശസ്സുകളും ക്രിസ്റ്റഫർ സേനയുടെ സായുധ സംരക്ഷണവും അവർക്കെന്നും കരുത്തു പകർന്നു.